ഇത് നമ്മുടെ തപ്പുണ്ടു കേട്ടോ. ഇവനാണ് ഈ കള്ളനാന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഉറങ്ങാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് വന്ന് കിടന്നിട്ട് കണ്ണൊക്കെ പാതി അടച്ചിട്ട് അവന്റെ കുഞ്ഞുനാക്ക് അവൻ എപ്പോഴും പുറത്ത് വെക്കും കേട്ടോ. എന്നാൽ നമ്മുടെ ഒരു കുഞ്ഞ് അനക്കം കേട്ട് കഴിഞ്ഞാൽ അവൻ എഴുന്നേൽക്കുകയും ചെയ്യേ. ഇത്രയും ഗാഠമായിട്ട് ഉറങ്ങുന്നവൻ എങ്ങനെ നമ്മൾ വന്നു എന്നുള്ളത് അറിയാം. അത് മാത്രമല്ല കേട്ടോ, ഇവന്റെ കുഞ്ഞുണ്ട് എപ്പോഴും കരിഞ്ഞു ഇരിക്കും കേട്ടോ. ഈ രണ്ട് പ്രത്യേകതകളാണ് നമ്മുടെ തപ്പുണ്ടുവിനുള്ളത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ കള്ളത്തരം കാണിച്ച് ഉറങ്ങുന്നവന്മാരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇവന്റെ നാക്ക് എപ്പോഴും പുറത്തുണ്ടാവും കേട്ടോ. നല്ല പോലെ ഞാൻ വെട്ടമൊക്കെ ഇട്ട് കാണിച്ചു തരാവേ. ഇവൻ കിടന്നുറങ്ങുന്ന ഉറക്കം കണ്ടിട്ട് അവന്റെ കുഞ്ഞുനാക്ക് എങ്ങനെ പുറത്ത് വെക്കുക. അതേപോലെ അവന്റെ കണ്ണ് പാതി അടഞ്ഞിട്ടും ഉള്ളൂ കേട്ടോ. അതുപോലെ നമ്മുടെ കിടക്കയിലും കട്ടിലയിലൊക്കെ മെല്ലെ വന്ന് സ്ഥാനം പിടിക്കുക. ഞങ്ങൾ ചെല്ലുന്നതിന്റെ മുന്നേ തന്നെ ഓടിച്ചു വിട്ട് കഴിഞ്ഞാലും പുള്ളിക്കാരൻ നമ്മൾ ഉറങ്ങിയെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ മെല്ലെ വരും കേട്ടോ. രാത്രി പകർന്നുള്ള വ്യത്യാസമൊന്നും അവനില്ല കേട്ടോ. അവൻ കള്ളത്തരത്തിന്റെ ഉസ്താദായിക്കൊണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇത്രയും ഉറക്കം നടിച്ചവൻ ഒരു കൈ ചെന്നപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റിട്ട് കള്ളത്തരം നടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവൻ എന്തിനാണ് അവന്റെ കുഞ്ഞുനാക്ക് പുറത്തു വെച്ചേക്കണേന്ന് ഇതുവരെ മനസ്സിലായിട്ടുമില്ല കേട്ടോ.